ഇതേ ഒരു കത്തിയൊക്കെ ഉണ്ട്, നമ്മൾ കത്തി നേരെ കിങ്ങിടെ കൊടുത്ത് നമ്മുടെ ഈ സ്ഥലത്തിലോട്ട് വരുമ്പോൾ തന്നെ ഇതെന്താണ് ഇവിടെ വെറൈറ്റി ആയിട്ട് സംഭവം ചെയ്തേക്കുന്നത്? പുല്ല് മുളക്കാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഈ പഴയ ബെഡിന്റെ ഓരോ ലെയർ എടുത്തിട്ടേക്കണതാ. അങ്ങനെ ഇട്ടേക്കുന്ന അതാകുമ്പോ വെള്ളം ഇറങ്ങിക്കോളും, പുല്ലും മുളക്കില്ല. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിതേ ചേട്ടൻ്റെ വീട്ടിൽ വന്നാണ്. പോലീസിലാണ് ജോലി. ചേട്ടാ എന്താ പേര്? ബൈജു. ബൈജു. ഇത് വൈഫ് അനിയത്തി. ബൈജുചേട്ടനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഈ വീടിന്റെ പുറകിലായിട്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണിച്ചാലോ? തീർച്ചയായിട്ടും. നമ്മള് അന്നൊരു കാര്യം പറഞ്ഞിരുന്നു, പൂത്തിരി കത്തിച്ച പോലെ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനി കുരുമുളക് കാണിയാലെന്ന് പറഞ്ഞ്. പക്ഷെ അത് അങ്ങോട്ടൊന്ന് നോക്കിയേ, ഇത് വിളവെടുപ്പ് പറയാല്ലേ? പറിക്കാറായി. നാളെ മറ്റന്നാളൊക്കെ പറിക്കണം, പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇപ്പോഴും പറയുവാണ്, ഇപ്പോഴും പൂത്തിരി കത്തിച്ച പോലെ ഇലയിലേക്കാൾ കൂടുതൽ കുരുമുളക് ഉണ്ടായി തന്നെ കിടക്കുവാണ്. നാളെ മറ്റന്നാളെ പറിക്കും. ഓക്കെ. ഇനി ഇങ്ങനെ അങ്ങ് വന്നു കഴിഞ്ഞാൽ ഇവിടെ വഴുതന ഉണ്ടല്ലേ? വഴുതനൊക്കെ നല്ലപോലെ ഉണ്ടായി കിടപ്പുണ്ട്, ഒരുപാട് ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ. വഴുതന നമ്മള് ഇതെന്താ ഇങ്ങനെ വെട്ടി നിർത്തിയേക്കുന്നത്? ഒത്തിരി ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ ഇത് പൂക്കൽ കുറയും. അപ്പൊ നമ്മൾ വീണ്ടും വെട്ടി നിർത്തി കഴിയുമ്പോൾ ഇതുപോലെ സൈഡ് ഇങ്ങനെ പൊട്ടി പുതിയ ബ്രാഞ്ചസ് ഉണ്ടായി വീണ്ടും ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഇതുപോലെ ഒരുപാട് സ്ഥലത്ത്. ഇതെന്താണ് സംഭവം? കുറ്റിപ്പയർ ഇത് നിറച്ചുണ്ടായി നിൽക്കും അല്ലേ? ഇത് നല്ല ടേസ്റ്റ് ആണ്. മാർക്കറ്റിൽ ഭയങ്കര വിലയുള്ള പയറായത്. കാണാൻ നല്ല ഭംഗിയാണ്. ഇഷ്ടംപോലെ ഉണ്ടായിക്കോട്ടെ. പൂക്കളും ഉണ്ട്. ഇതിന് പന്തലൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ കുറ്റിയായിട്ട് നിന്ന് വളർന്നോളൂ. അപ്പൊ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഉയർന്നു പോകുന്നില്ല, നേരെ കുറ്റിയായിട്ട് തന്നെ 40 ദിവസം 45 ദിവസം കൊണ്ട് നമുക്ക് വിളവെടുപ്പ് തുടങ്ങാം. എന്ന് വെച്ചാൽ ഒരു 1.5 മാസം കൊണ്ടൊക്കെ നല്ല വിളവെടുപ്പ് കിട്ടും. 45-50 ദിവസമായ പയറായി, 50-55 ദിവസമായി. ഇതിപ്പോ നമ്മുടെ അടുക്കളയുടെ ഒക്കെ പുറകിലുണ്ടെങ്കിൽ ഇതേ വന്നു കഴിഞ്ഞാൽ ഒരു 4-5 പറിക്കുക, കറി വെക്കാം. ഇവിടെ ഒരു പന്തല്. ഇതെന്തിനുള്ള? ഇത് ഞാൻ പുതിയ കോലിട്ട, ഇത് കോലിന്റെ പന്തല് തന്നെയാണ്. അപ്പൊ പഴയത് പോയിട്ട് നമ്മള് പുതിയത് ഇട്ടിട്ട് ഇപ്പൊ സ്റ്റാർട്ടായി വരുന്നത്. ഇതാണ് കേട്ടോ കോലൊക്കെ. ഇത് എന്ത് വെറൈറ്റിയാ? ഇത് പ്രത്യേകിച്ച് വെറൈറ്റി പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ നീളം ടൈപ്പ് കോലാണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള ടൈപ്പ്. നീളം ടൈപ്പ് കോലാണ്. രുചിയുണ്ട്, കയ്പൊന്നുമില്ല, നല്ല ടേസ്റ്റാട്ടാ. പിന്നെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാലേ ഈ കോവല് പന്തലിന്റെ സൈഡിലും മതിലുണ്ട്. നമ്മൾ വെറുതെ കിടക്കണതുകൊണ്ട് മതിലെന്ന് പറഞ്ഞാൽ വേലി. മതിലെന്ന് പറഞ്ഞാൽ അത് കുക്കുംബറാണ്. വേലിയായിട്ടുള്ള ഫുള്ള് കുക്കുംബറാട്ടോ. അതേ നിറച്ചുണ്ടായി കിടക്കും. അതേ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. വെച്ചിട്ട് ഇതൊരെണ്ണം പറിച്ചോട്ടെ? പിന്നെ പറിച്ചോ, ഇതൊരെണ്ണം നമുക്ക് പറിച്ച് കാണിക്കാം. ഓടിച്ചു. കിളുന്താണ്, ഇപ്പോഴും കിളുന്താണ്. നല്ല ഇത് കേട്ടോ. ഓഹ് സൂപ്പർ. ഇത് സൂപ്പർ സാധനമാണ്. ശരീരത്തിന് ഏറ്റവും നല്ല, ഏറ്റവും കൂടുതൽ ജലാംശം നിൽക്കും. നല്ല തണുപ്പ്, നല്ല സുഖം. ഇതുണ്ടായി റെഡിയായി വരുന്നേ ഉള്ളു. ഇതിപ്പോ ഒരു 3-4 പ്രാവശ്യം ഞാൻ പറിച്ചു. 100-150 കിലോ കുക്കുംബർ പറിച്ചിട്ടുണ്ട്. കിട്ടി. 200 കിലോ കുക്കുംബർ പറിച്ചിട്ടുണ്ട്. കോവല് പന്തലിന് വേലിയായിട്ട് വെച്ചേക്കുന്ന കുക്കുംബറാണ്. ഈ കുക്കുംബർ ഒരിക്കലും നമ്മൾ മേളിലോട്ട് കയറ്റൂല, ഇവനെ സൈഡിൽ തന്നെ നിർത്തും. കോവലിന് ശല്യമില്ലാത്ത രീതിക്ക് ഉണ്ടായ ഒരു മറ്റേ പയറിന്റെ വിളവെടുപ്പാണല്ലേ? നല്ല നീളമുള്ള ടൈപ്പാണ്. ഇത് ഏത് ടൈപ്പ്? എന്താ ഇതിന്റെ വെറൈറ്റി? ഹൈബ്രിഡ് വെറൈറ്റി ആണ്. നാംദാരിയുടെ 621 621 അതാണ് വെറൈറ്റിയുടെ പേര്. അതിന്റെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ എന്റെ നീട്ടം നോക്കിയത് ഇത്ര നീളം ഉണ്ട് കേട്ടോ. അത് ഒരു കൈയുടെ നീളം ഉണ്ട് ഒരു പയറിനല്ലേ? അത് ഒരു 10-25-30 പയർ മതി 1 കിലോയ്ക്ക്. 1 കിലോയ്ക്ക് അത്ര മതിയാവും. അപ്പൊ നമുക്ക് രാവിലെയൊക്കെ വന്ന് കറിക്ക് വേണമെങ്കിൽ ഇങ്ങനെ വന്നല്ലേ 2 കട്ട് ചെയ്തെടുക്കുക. ഇതും പയറും 1-2 നമ്മൾ പറിക്കണം, അല്ലെങ്കിൽ മൂത്തു പോകും. ഇന്ന് പറിച്ചു കഴിഞ്ഞാൽ പിന്നെ നാളെ വിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ പറിക്കണം. ഇതെന്താണ് ഈ വെറൈറ്റി ചീര? ഇത് വ്ളാത്താങ്കര എന്ന് പറയും, മറ്റേ തിരുവനന്തപുരം ജില്ലയിലുള്ള വ്ളാത്താങ്കര ചീര. ഇത് എത്ര നാളൊക്കെ കൊണ്ടൊക്കെ ഉണ്ടാവും? ഇത് 1 മാസം. 1 മാസമൊക്കെ മതി അല്ലേ? നിറച്ചുണ്ടായിരുന്നു. അന്ന് നമ്മൾ വന്നപ്പോ ഇവിടെ വേറെ എന്തോ ആയിരുന്നല്ലോ, പാവല ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എന്തായിരുന്നു? പയറാ? ഇവിടെ പയറ് മറ്റേ തടപ്പയർ കുറച്ചുണ്ടായിരുന്നു, അതായിരുന്നു ഇവിടെ. ഇപ്പൊ ഇവിടെ അത് മാറ്റിയിട്ട് ചീരയാക്കി ഫുള്ള്. ഇനിയിപ്പോ വേനലായില്ലേ, അപ്പൊ ചീര. ഒരു കത്തിയൊക്കെ ഉണ്ട്, നമ്മൾ കത്തി നേരെ കിങ്ങിടെ കൊടുത്ത്. കിങ്ങിണി, ഇത് എന്ത് വെറൈറ്റി ആണ്? ഇത് ഇനം എന്താന്നറിയില്ല, ഒരു ഹൈബ്രിഡ് ആണെന്നറിയാം. അതെ, കാണുമ്പോ തന്നെ നല്ല വലിപ്പമുള്ള ടൈപ്പാണ്. ഇതൊക്കെ വിളവെടുപ്പിന് നിൽക്കുവാണ്. അതെ. പറിച്ചോട്ടെ? ഓക്കെ. എന്തായാലും ഒരെണ്ണം നമുക്ക് മുറിച്ചും കൂടി കാണിക്കാം കേട്ടോ. അതിന്റെ ഉൾഭാഗം കാണിക്കാം. നല്ല വലിപ്പമുള്ള ടൈപ്പാണ്. എന്തായാലും അതിന്റെ ഉൾഭാഗം ഒന്ന് കാണാം അല്ലേ? ഇതാണ് എന്റെ ഉൾഭാഗം അല്ലേ? ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ ഉണ്ട് അല്ലേ? നല്ലപോലെ പഴുക്കാനായിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ ഈ പേരയുടെ ഉൾഭാഗം. ഇതാണ് റെഡിയാവും. ഓക്കെ. അടുത്ത കുറെ വെറൈറ്റി ആണ്. ഇതൊക്കെ ഒന്ന് കാണിച്ചത്. ഇതൊക്കെ നല്ല വലിപ്പമുള്ള ടൈപ്പാണ്. ഇത് എന്ത് വെറൈറ്റിയാ? കിലോ പേരായിരിക്കും, അറിയില്ല. എന്തായാലും നാടനല്ല കേട്ടോ. ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇഷ്ടം പോലെ. ഇവിടെ 3 ഉണ്ടായി കിടപ്പുണ്ട്. ഇപ്പൊ മറ്റേ പ്ലാവ് നിറച്ച് ചക്ക ഉണ്ടല്ലോ. ഇതൊക്കെ എന്ത് വെറൈറ്റിയാ? ഇത് 3 ഉണ്ട്. വിയറ്റ്നാം മേർലി, ആയുർ ജാക്ക്, പിന്നെ ചെമ്പരത്തി വരിക്ക. ഇതെല്ലാം ഉണ്ട്. അന്ന് വന്നപ്പോ ഇതിൽ ഒന്നിലും ഉണ്ടായിട്ടില്ല, കായ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ എല്ലാത്തിലും നിറച്ചുണ്ടായിട്ടുണ്ട്. ഇവിടെ നിന്നോണ്ട് വരെ പറിക്കാമല്ലോ. ഇതെന്ത് സംഭവം?
റെഡ് ലേഡി പപ്പായ. റെഡ് ലേഡി ആണ്. ഇനി ഹൈറ്റ് വെക്കും അല്ലേ? ഇനി ഹൈറ്റ് വെക്കും. ഇതിപ്പോ എത്ര നാളുകൊണ്ടുണ്ടായി? ഇപ്പൊ 2-2.5 മാസം ആയെന്ന് എനിക്ക് തോന്നുന്നു. 2.5 മാസം ആയുള്ളൂ. അപ്പൊ തന്നെ ഇത്ര ഉണ്ടായി കേട്ടോ. അത് ഇങ്ങോട്ടൊക്കെ എല്ലാത്തിലും ഇങ്ങനെ മേലോട്ട് കായ്ച്ചോണ്ടിരിക്കും. കായ്ക്കാതിരിക്കില്ല, എപ്പോഴും മുട്ടിന് കായ ഫുള്ള് ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ്. വൈചേട്ടാ, ഈ പോലീസിലെ ജോലി എന്നൊക്കെ പറയുമ്പോൾ നല്ല തിരക്കാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇത്രയും ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? നല്ല മനസ്സുണ്ടെങ്കിൽ ഭയങ്കര അത്രക്ക് ആത്മാർത്ഥം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കൃഷി. മനസ്സിന് ഇഷ്ടം വേണം. മനസ്സിഷ്ടം വേണം. നല്ല പാഷൻ ഇല്ലാത്തവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ട്, ഉറപ്പായിട്ടും അവരുടെ സപ്പോർട്ട്. എന്റെ അനിയൻ പോലീസുകാരനാണ്. അനിയനാണ് ഇപ്പൊ എന്റെ കൂടെ. അനിയന്റെ വൈഫാണ് ഇത്. അനിയന്റെ വൈഫാണ്. അനിയനും ഉണ്ട് ചെയ്യാനായിട്ടല്ലേ? കാരണം അനിയനും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോ ഇത്ര കൂടുതലായിട്ട് ചെയ്യുന്നത്. ഈ പാടത്ത് കുറച്ചുകൂടി ചെയ്യണമെന്നുണ്ട്. ഇനി വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ എല്ലാവർക്കും അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട്, ഈ കൃഷി ലാഭമാണോ? ലാഭം, ഉറപ്പായിട്ടും ലാഭം അല്ലേ? ഒരു സംശയമില്ല. ലാഭം ആത്മാർത്ഥമായിട്ട് ചെയ്ത ആത്മാർത്ഥം വേണ്ടതല്ല ലാഭം. വേറെ ജോലിക്കൊന്നും പോകണ്ടില്ല. മനസ്സിന് സന്തോഷമുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒത്തിരി ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഇതായിട്ടൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം. കമന്റുകളൊക്കെ വായിക്കുമ്പോൾ രാവിലെ അതിന്റെ നടക്കുമ്പോ എന്ത് രസമാണ്, നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അത് ഇപ്പോഴും ഞങ്ങൾ അതിരാവിലെ എത്തിയതാണ് ഇതൊക്കെ ഒന്ന് കാണാനായിട്ട്. അപ്പൊ എന്തായാലും വിജയേട്ടാ, എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു.